പ്ലാനൊക്കെ ഗംഭീരായിരുന്നു. ഈ ഭൂമിയിൽ നല്ലവരെക്കാൾ നല്ലവരായി അഭിനയിക്കുന്നവരായി ഏറ്റവും കൂടുതൽ നിന്നെ പോലെ. ഭയത്തിൻ്റെ പേരിൽ ചിലർ, അവസരം കിട്ടാതെ മറ്റു ചിലർ നല്ലവരായി മാറാൻ അവസരം കാത്തിരിക്കുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഒരു ഹീറോ. അവൻ സ്കൂൾ കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കും, റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് 10 രൂപ ദാനം കൊടുക്കും, അങ്ങനെയൊക്കെ. മാനെ ഓടിക്കുന്ന പുലിയെ കാണുമ്പോൾ ദേഷ്യപ്പെടും. കുഴൽ കിണറി വീണ കുഞ്ഞിനൊന്നും പറ്റരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അറിഞ്ഞ അന്യായങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിമർശനം പറയുകയും ചെയ്യും. അങ്ങനെ ഒരാൾക്ക് അവസരം കിട്ടിയാൽ സമൂഹമെന്ന മാനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നീ സ്വയം ഒരു ഹീറോ ആണെന്ന് കരുതി. അവസരം വന്നപ്പോൾ നിന്റെ ഉള്ളിലുള്ള വില്ലൻ പുറത്തു ചാടി. പൊള്ളയായ സന്തോഷങ്ങൾ നൽകി സത്യത്തെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിന്റെ മാർഗം ശരിയല്ല എന്നാണ് അർത്ഥം. അതിനെ കഷ്ടത്തിലാഴ്ത്തി നിത്യമായ സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ നിന്റെ വഴികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്നർത്ഥം. അവന്തിക, അച്ഛനും അമ്മയും ആസ്തി നോക്കി കല്യാണം തീരുമാനിക്കും. പക്ഷെ പെൺകുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അതുപോലെ ചെന്ന് കയറുന്ന വീട്ടിലും കിട്ടണമെന്ന് ആഗ്രഹിക്കും. സ്നേഹിച്ചവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ സന്തോഷം കുറുക്കു വഴി കൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ടാവരുത്. സദ്ദാമിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് സർ. അവന്തിക, മരണത്തോടുള്ള പേടി മാറിയോ? തെറ്റ് ചെയ്തവരാരും രക്ഷപ്പെടാൻ പാടില്ല സർ. ഗുഡ്. വിശ്വനാഥ് സർ. വിശ്വനാഥിനെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്നാണ് മനസ്സിലാവാത്തത്. ഒരു ചെറിയ തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല. വളരെ പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. I got it, Vishwad. Let's go, come on, go! എന്താ സർ ഇങ്ങോട്ട് പെട്ടെന്ന്? ക്യാഷ് ബാഗ് എവിടെ? വാട്ട് ഹാപ്പൻ സർ? നിങ്ങൾ ചെന്ന് എടുക്ക്. ബാഗ് എടുത്തോണ്ട് വാ, പറയാം. എന്ത് പറ്റി സർ? വാട്ട് ഹാപ്പൻ സർ? ഈ 10 കോടി മൊത്തം വ്യാജ നോട്ടുകളാ. എന്ന് വെച്ചാ സദ്ദാം ഫേക്ക് നോട്ട്സ് ആണ് കൊടുത്തത്. അറിയില്ല, മേ ബി. ആ ലാൻഡ് പേപ്പേഴ്സ് നിങ്ങളുടെ ഇതാ നിങ്ങളുടെ ലാൻഡ് പേപ്പേഴ്സ്. താങ്ക് യു സർ. ആ സെല്ല് ഓപ്പൺ ചെയ്തേ. വിശ്വനാഥിന് നീ കൊടുത്ത നോട്ടുകൾ ഒറിജിനലോ ഫേക്കോ? പറയടാ. ഒറിജിനൽ നോട്ടാ സാർ കൊടുത്ത. സത്യം പറയടാ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ഒറിജിനൽ നോട്ട് തന്നെയാ കൊടുത്തു സാർ. അല്ലാക്കസം. അപ്പോ സദ്ദാം അറിയാതെ മറ്റാരാ നോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ ക്രിമിനൽ ഒരു സാധാരണക്കാരനല്ല. ഇത്രയും നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? നിൽക്ക് ഒരു മിനിറ്റ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ല? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെന്ന്. ആക്ച്വലി എന്താ സംഭവിച്ചെന്നറിയോ? എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നേ? ഞാനിപ്പോൾ കള്ളത്തരം പറഞ്ഞാൽ നിങ്ങൾ സത്യം അറിയാൻ തന്നെ ചെയ്യും. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ല. നിങ്ങൾ വേണം ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്ത് നോക്ക്. സത്യവാ, ഇവൻ വേറെ നിങ്ങൾ വേറെ. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? എൻ്റെ പേര് വിശ്വനാഥൻ. ഞാൻ കൊച്ചിയിലെ ഒരു ലോയറാണ്.